ഹലോ എവരി വൺ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ ഒത്തിരി ക്ലാസ്സുകൾ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. ഏപ്രിൽ 1-നാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വെക്കേഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡ് ക്ലാസ്സുകളും അവൈലബിൾ ആണ്. നിങ്ങൾ ഏതെങ്കിലും ദിവസം ആബ്സെൻ്റ് ആയി കഴിഞ്ഞാൽ ആ ദിവസത്തെ ക്ലാസ്സിൻ്റെ റെക്കോർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സൂമിൽ ലൈവായിട്ടാണ് മൺഡേ ടു ഫ്രൈഡേ എല്ലാ ദിവസവും 1 hour ക്ലാസ് വരുന്നത്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇതിൽ ഏത് സബ്ജക്റ്റിനാണോ നിങ്ങളുടെ കുട്ടി എഴുതാനും വായിക്കുവാനും കൂട്ടി എഴുതാനും കൂട്ടി വായിക്കുവാനൊക്കെ ബാക്കിലായിട്ടുള്ളത് അവർക്കായിട്ടുള്ള ക്ലാസ്സുകളാണ്. എഴുതാനും വായിക്കുവാനും പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സസ്, കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ സ്വന്തമായിട്ട് എക്സാം എഴുതാനായിട്ട് ഗ്രാമർ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനായിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സസ് നൽകുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ട സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷനിൽ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ 1-ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് പ്രിപ്പറേഷൻ ക്ലാസ്സസ്, അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചുകൊണ്ട് STD 1-ലേക്ക് പോകുന്ന കുട്ടികൾക്കായി പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഉണ്ട്. LKG-യിൽ നിന്ന് UKG-യിലേക്ക് പോകുന്ന കുട്ടികൾ, UKG-യിൽ പോകുന്ന കുട്ടികൾക്ക് അറിഞ്ഞിരിക്കേണ്ട ലെറ്റേഴ്സ്, നമ്പേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് UKG പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. മാത്സ് ബേസിക്, അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ടേബിൾ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതൊക്കെ ഒത്തിരി കുട്ടികൾക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. മാത്തമെറ്റിക്സ് ബേസിക് ചേർത്തുകൊണ്ട് ഈ ക്ലാസ്സുകളെല്ലാം ചേർത്തുകൊണ്ട് മാത്സ് ബേസിക് ക്ലാസ്സസ് നൽകുന്നുണ്ട്. 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും, അതായത് കേരള സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് മലയാളം, ഇംഗ്ലീഷ് എക്സാം പ്രിപ്പറേഷൻ, അവരുടെ ടോപ്പിക് ഡയറി, കോൺവെർസേഷൻ, ഇതുപോലുള്ള ടോപ്പിക്സ്, നിവേദനം തയ്യാറാക്കുക, വിവരണം എഴുതുക, ഇങ്ങനെ മലയാളം, ഇംഗ്ലീഷ് എക്സാം പ്രിപ്പറേഷൻ്റെ ക്ലാസ്സുകൾ അതും ഈ വെക്കേഷനിൽ കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. അതിനു പുറമെ ഒത്തിരി വർക്ക്ഷീറ്റ്സ് ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി വരുന്നുണ്ട്. 2-ാം ക്ലാസ്സിൽ പഠിക്കേണ്ട ടോപ്പിക്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെ ഒത്തിരി റൂംസ് കാണുന്നുണ്ട്. ഇത് ഏതൊക്കെ റൂംസ് ആണ് പറഞ്ഞേ? നിങ്ങൾക്ക് അറിയാവുന്ന റൂംസ് ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് റൂംസ് ഉണ്ടല്ലോ. ഈ റൂംസുകളുടെ പേരൊന്ന് നിങ്ങൾ പറഞ്ഞു നോക്കി. ഈ ചിത്രം കണ്ടിട്ട് ഈ റൂംസിന്റെ പേര് ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞു നോക്കിയേ. പറഞ്ഞായിരുന്നോ? റൂംസിന്റെ പേരെന്താ? കിച്ചൺ ഇതിൽ ഏതാണ്? കിച്ചൺ. കിച്ചൺ കണ്ടുപിടിക്കാൻ കഴിഞ്ഞായിരുന്നു? കിച്ചൺ. ഇതിൽ കിച്ചൺ ഏതാണ്? ഓക്കെ, കിച്ചൺ നിങ്ങൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ബാത്റൂം എവിടാണ്? ബാത്റൂം. ഇതിൽ ബാത്റൂം ഏതാണ്? ബാത്റൂം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത റൂം പറയട്ടെ. ബെഡ്റൂം ഏതാണ്? ബെഡ്റൂം. യെസ്, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഏതൊക്കെ റൂംസ് ആണെന്ന് നമ്മൾ എഴുതാനായിട്ട് പഠിക്കണം കേട്ടോ. എഴുതാൻ പഠിക്കണം. ആദ്യം കാണുന്ന റൂം ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഏത് റൂമാണ്? ഇത് ഏത് റൂമാണ്? ഇതിനെന്താ പറയാ? ബാത്റൂം. ബാത്റൂം. BATH, ബാത്ത്. BATH, ബാത്ത്. അതിനോട് റൂം കൂടി എഴുതുക. ROOM, ബാത്റൂം. ബാത്റൂം. ഇത് നിങ്ങൾക്കറിയാം. ഇവിടെ എന്തുണ്ട്? ബെഡ് ഉണ്ട്. അപ്പോൾ ഇതെന്തായിരിക്കും? ബെഡ്റൂം. എന്തായിരിക്കും? ബെഡ്റൂം. BED, ബെഡ് റൂം. ബെഡ്റൂം. ഓക്കെ, ഇനി ഇവിടെ നോക്കി, ഗ്യാസ് സ്റ്റവ് ഒക്കെ ഇരിപ്പുണ്ട്. എന്താണ്? കിച്ചൺ. എവിടാണിത്? കിച്ചൺ. KITCHEN, കിച്ചൺ. KITCHEN, കിച്ചൺ. ഇത് ഏത് റൂമാണ്? ഇതിനെന്താ പറയുക? TV കാണുന്ന റൂമിന് എന്താ നമ്മൾ പറയുക? TV കാണുന്ന റൂമിന് എന്ത് പേര് നമുക്ക് പറയാം? എന്ത് പേര് പറയാം? ഡ്രോയിങ് റൂം. എന്താ പറയണ്ടേ? ഡ്രോയിങ് റൂം. DRAW, ഡ്രോ ആയല്ലേ, അതിനോടൊപ്പം ING ചേർക്കുക. ING, DRAWING, ഡ്രോയിങ് റൂം. അപ്പൊ TV ഉണ്ടെങ്കിൽ ആ റൂമിന് എന്താ പറയണ്ടേ? ഡ്രോയിങ് റൂം. TV ഉണ്ടെങ്കിൽ ഓർമ്മിക്കാതെ ഏത് റൂമാണ്? ഡ്രോയിങ് റൂം. ഇനി ഫുഡൊക്കെ കഴിക്കുന്ന റൂം ഏതാണ്? ഡൈനിങ് ടേബിളുള്ള റൂം. ഇത് ഡൈനിങ് ടേബിൾ എന്നല്ലേ നമ്മൾ പറയാ? ഡൈനിങ് ടേബിൾ. അതുപോലെ ഡൈനിങ് റൂം, ആഹാരം കഴിക്കുന്ന മുറി കേട്ടോ. ഡൈനിങ്, ഡൈനിങ്, ഡൈനിങ് റൂം. ഓക്കെ, ഇനി ആഹാര സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള അരി, മുളക്,
ഇതുപോലുള്ള സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, അതിനെന്താ പറയാ? സ്റ്റോർ റൂം. സ്റ്റോർ, STORE, സ്റ്റോർ റൂം. സ്റ്റോർ റൂം. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു. ബക്കറ്റും മഗ്ഗൊക്കെ ഉണ്ട്. അത് ഏതാണ്? ബാത്റൂം. അതെവിടാണ്? ബാത്റൂം. ഓക്കെ. ബെഡ് ഉള്ളത് ബെഡ്റൂം. സ്പെല്ലിംഗ് മനസ്സിലാവുന്നുണ്ടല്ലോ. കിച്ചൺ, KITCHEN, കിച്ചൺ. അപ്പൊ ഈ റൂംസ് മറന്നു പോകല്ലേ കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബാത്റൂം, ബെഡ്റൂം, കിച്ചൺ. TV-യുടെ റൂം ഏതാ? ഡ്രോയിങ് റൂം. ഡ്രോ, വരയ്ക്കുക, അത് ഓർമ്മിച്ചാൽ മതി കേട്ടോ. ഡൈനിങ് ടേബിൾ ഉള്ള റൂം ഏതാ? ഡൈനിങ് റൂം. സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന റൂം ഏതാ? സ്റ്റോർ റൂം. ബാത്റൂം, ബെഡ്റൂം, കിച്ചൺ, ഡ്രോയിങ് റൂം, ഡൈനിങ് റൂം, സ്റ്റോർ റൂം. സ്പെല്ലിംഗ് അറിയാലോ. BATH, ബാത്ത് റൂം. ബെഡ് ഉള്ളത് BED, ബെഡ്റൂം. കിച്ചൺ, KITCHEN, കിച്ചൺ. ഡ്രോയിങ് റൂം, DRAWING, ഡ്രോയിങ് റൂം. ഡൈനിങ്, DINING, ഡൈനിങ് റൂം. സ്റ്റോർ, STORE, സ്റ്റോർ റൂം. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ റൂമിലൊക്കെ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇവിടെ ഉപയോഗവും നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പറഞ്ഞേ. ബെഡ്റൂം. ബെഡ്റൂം. ബെഡ്റൂം എന്തിനാ? കുക്ക് ചെയ്യാനാണോ? ഗസ്റ്റിനെ വെൽക്കം ചെയ്യാനാണോ? അല്ല. അപ്പോൾ എന്താ? ടു ടേക്ക് ബാത്ത്, കുളിക്കാനാണോ ബെഡ്റൂം? നോ. ടു സ്ലീപ്പ്, ഉറങ്ങാനാണോ? അല്ല. ടു ടേക്ക് ബാത്ത്, കുളിക്കാൻ അല്ല. ടു സ്ലീപ്പ് ആണല്ലേ. ഓക്കെ. ബെഡ്റൂം എന്തിനാണ്? ടു സ്ലീപ്പ്, ഉറങ്ങാൻ. ബെഡ് ഉള്ളത് എവിടെയാ? ബെഡ്റൂമിൽ. ബെഡ് എന്തിനാ? സ്ലീപ്പ് ചെയ്യാൻ. അപ്പൊ ബെഡ്റൂം എന്താ? സ്ലീപ്പ് ചെയ്യാൻ. ബാത്റൂം. ബാത്റൂം എന്താണ്? ടു ടേക്ക് ബാത്ത്, കുളിക്കാൻ. ടു ടേക്ക് ബാത്ത്, കുളിക്കാൻ. ഡ്രോയിങ് റൂം. ഡ്രോയിങ് റൂം എന്താണ്? ഡ്രോയിങ് റൂം TV ഉള്ള റൂം. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഗസ്റ്റിനെയൊക്കെ വെൽക്കം ചെയ്യുക കേട്ടോ. ടു വെൽക്കം ഗസ്റ്റ്. ഓക്കെ. ഡ്രോയിങ് റൂം, അവിടെ TV ഉണ്ട്. അവിടെ അതാണ് ഏറ്റവും കൂടുതൽ സംശയം വരുന്നത് നിങ്ങൾക്ക്. ഡ്രോയിങ് റൂം. അപ്പോൾ ഡ്രോയിങ് റൂമിലാണ് നമ്മൾ ഗസ്റ്റിനെയൊക്കെ വെൽക്കം ചെയ്യുക, അതിഥികളെ സ്വീകരിക്കുക. ഓക്കെ. ഡ്രോയിങ് റൂം, ടു വെൽക്കം ഗസ്റ്റ്. ഡൈനിങ് റൂം. ഡൈനിങ് റൂം എന്തിനാണ്? ഡൈനിങ് ടേബിളിലുള്ള റൂം. ടു ഈറ്റ്, നമുക്ക് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാ. സ്റ്റോർ റൂം. സ്റ്റോർ റൂം എന്തിനാണ്? ടു സ്റ്റോർ തിങ്സ്, സാധനങ്ങൾ സൂക്ഷിക്കാൻ. കിച്ചൺ. കിച്ചൺ എന്തിനാണ്? ടു കുക്ക്, കുക്ക് ചെയ്യാൻ. ഓക്കെ. അപ്പോൾ ബെഡ്റൂം എന്തിനാണ്? ടു സ്ലീപ്പ്. ബാത്റൂം, ടു ടേക്ക് ബാത്ത്. ഡ്രോയിങ് റൂം, ടു വെൽക്കം ഗസ്റ്റ്. ഡൈനിങ് റൂം, ടു ഈറ്റ്. സ്റ്റോർ റൂം, ടു സ്റ്റോർ തിങ്സ്. കിച്ചൺ, ടു കുക്ക്. ഓർമ്മയിരിക്കുമല്ലോ എല്ലാവർക്കും? ഓർമ്മയിരിക്കുമല്ലോ? ആരും തെറ്റിക്കില്ലല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പറഞ്ഞേ. ഇവിടെ കുറച്ച് ഉപകരണങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ബെഡ്, ചെയർസ്, ടേബിൾ, സ്റ്റൗ, അൽമിറ. അപ്പോൾ ഇത് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുക എന്ന് പറയാം. ദേ ഹാവ് എ ഡാഷ് ഇൻ ദ ബെഡ്റൂം. അവർക്കിതിൽ ബെഡ്റൂമിൽ എന്താ ഉള്ളത്? കോട്ട്, കട്ടിലാണോ? ചെയർ, കസേരകളാണോ? ടേബിൾ ആണോ? സ്റ്റൗ ആണോ? അൽമിറയാണോ? എന്താണ് ബെഡ്റൂമിൽ പ്രധാനമായിട്ടുള്ളത്? ബെഡാണല്ലേ. എന്താണുള്ളത്? ബെഡാണുള്ളത്. അപ്പോൾ എന്താ എഴുതാനുള്ളത്? ബെഡ്. ദേ ഹാവ് എ ബെഡ്. ദേ ഹാവ് എ ബെഡ്. ബെഡിന് എന്താ പറയാ? കട്ടിലിന് എന്താ പറയാ? കോട്ട്. കട്ടിൽ. കോട്ട്, കട്ടിൽ. ദേ ഹാവ് എ കോട്ട് ഇൻ ദ ബെഡ്റൂം. ബെഡ്റൂമിൽ എന്തുണ്ട്? കോട്ട് ഉണ്ട്. അപ്പൊ കോട്ട് ഉള്ളത് എവിടാണ്? ബെഡ്റൂം. ഓക്കെ. നെക്സ്റ്റ്. ദേ ഹാവ് എ ഡാഷ് ഇൻ ദ ഡൈനിങ് റൂം. ഡൈനിങ് റൂമിൽ പ്രധാനമായിട്ട് എന്താ ഉള്ളത്? ടേബിളിലെ ഡൈനിങ് ടേബിൾ. ടേബിൾ. അപ്പോൾ ഡൈനിങ് റൂമിൽ എന്താണുള്ളത്? ടേബിൾ. തെറ്റിക്കരുത് കേട്ടോ. ഡൈനിങ് റൂമിൽ എന്താണ്? ടേബിൾ. ഓക്കെ. ദേ കീപ് ദെയർ ഡ്രസ് ഇൻ ആൻഡ്. അവരുടെ ഡ്രസ്സുകൾ എവിടെയാ വയ്ക്കുക? എവിടെയാ വയ്ക്കുക? ഡ്രസ്സുകൾ എന്തിലാ വയ്ക്കുന്നേ? അൽമിറ. ഡ്രസ്സുകൾ എവിടെയാണ് വയ്ക്കുന്നത്? അൽമിറ, അലമാര നമ്മൾ പറയത്തില്ലേ, അത് തന്നെയാണ്. ഓക്കെ.
കീപ്പ് ചെയ്യുന്നു, സൂക്ഷിക്കുക. കീപ്പ് എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക കേട്ടോ. കീപ് ദെയർ ഡ്രസ്, അവരുടെ ഡ്രസ്സ് സൂക്ഷിക്കുന്നത്. ദേ ഹാവ് 2 ഡാഷ് ഇൻ ദ ഡ്രോയിങ് റൂം. ഡ്രോയിങ് റൂമിൽ 2 എന്തുണ്ട്? 2 എണ്ണമുള്ളത് എന്താ ഇവിടെ? ഗസ്റ്റിനെ വെൽക്കം ചെയ്ത് എവിടെയാ ഇരുത്തുക? ചെയർസിലല്ലേ ഇരുത്തുക, അല്ലെങ്കിൽ സോഫയിലായിരിക്കും ഇരുത്തുക. സോഫ അല്ലെങ്കിൽ ചെയർസ് ആണെങ്കിൽ എവിടെയാണുള്ളത്? ഡ്രോയിങ് റൂമാണ് കേട്ടോ. സോഫ ആണെങ്കിലും ഡ്രോയിങ് റൂമിലാണ്. ചെയർസും എവിടെയാണ്? ചെയർസ്, 2 ചെയർസ് ഇൻ ദ ഡ്രോയിങ് റൂം. ഗസ്റ്റിനൊക്കെ വെൽക്കം ചെയ്തിരുത്തണ്ടേ? യെസ്. ദേ ഹാവ് എ ഡാഷ് ഇൻ ദ കിച്ചൺ. എന്താ ഉള്ളത്? സ്റ്റൗ. ഓക്കെ. ഇപ്പോൾ ചെയർസ് ഉള്ളത് എവിടെയാണ്? ഡ്രോയിങ് റൂമിലാണുള്ളത്. ഡ്രോയിങ്. ടേബിൾ എവിടെയാണ്? ഡൈനിങ് റൂമിലാണുള്ളത്. ഇനി സ്റ്റൗ എവിടെയാണുള്ളത്? കിച്ചണിലാണുള്ളത്. അൽമിറ എന്തിനാണ്? കീപ് ദെയർ ഡ്രസ്സസ്. ഓക്കെ, സ്റ്റോർ ദ തിങ്സ്, അതിനാണ് നമ്മൾ സ്റ്റോർ റൂം ഉപയോഗിക്കുക. അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലായല്ലോ, തെറ്റില്ലല്ലോ? ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.